ഇൻട്രൊഡക്ഷൻ ടു IoT. IoTയുടെ ഒരു ബിഗിനർ കോഴ്സാണിത്. IoT നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആർഡിനോ ആണ്. ആർഡിനോ പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് ഫുള്ളായിട്ട് സിലബസ് ചെയ്തേക്കുന്നത്. നമ്മൾ നോർമലി നിങ്ങൾ ഹാർഡ്വെയർ പർച്ചേസ് ചെയ്തിട്ട് ആ ഹാർഡ്വെയർ തന്നെ ഈ ഒരു കോഴ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് പോലെ വോക്കി എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്ത് നോക്കാം. ഇതിൻ്റെ കോഴ്സ് സ്ട്രക്ചർ അനുസരിച്ച് ഒരു 11 സെക്ഷൻ ഇതിനകത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞൊരു ഫൈനൽ പ്രോജക്റ്റ് കാണും. ആ പ്രൊജക്റ്റ് ടോപ്പിക് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും തരും. ആദ്യമായിട്ട് നമുക്ക് അതിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ, IoT എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമലി കാണുന്ന ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് റിമോട്ട്ലി കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൻസറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആ സെൻസറിൻ്റെ ഡേറ്റ എടുക്കാനോ അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഹാർഡ്വെയറിനെ അതിൻ്റെ ഫേംവെയർ എഴുതി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഈ ഒരു IoT എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ആർഡിനോയെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കും. എന്താണ് ആർഡിനോ എന്നും അതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ ഒരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർഡിനോ പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആർഡിനോ സിമുലേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോംസ് ഒക്കെ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാം ചെയ്ത് പോവാവുന്നതാണ്. അപ്പോൾ ഈ സിലബസ് കൂടുതലും ബേസ് ചെയ്തിട്ടുള്ളത് ഈ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതേ സെയിം കോഡും ഇതേ സെയിം കണക്ഷൻ എന്ത് ചെയ്യാം, ഹാർഡ്വെയറിലും ചെയ്യാവുന്നതാണ്. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അല്ലാണ്ട് ചെയ്യുവാണെങ്കിൽ ഹാർഡ്വെയർ വാങ്ങി ചെയ്യുവാണെങ്കിലും അതെങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആർഡിനോ ID പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കില്ല അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആർഡിനോ ID എന്ന പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യുന്നു, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ബോർഡിലോട്ട് കണക്ട് ചെയ്യുന്നതും അതിലെങ്ങനെ സ്കെച്ച് ചെയ്ത് കമ്പൈൽ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മളൊരു സീരിയൽ മോണിറ്റർ വഴി നമുക്കുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഓക്കെ, പിന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യമെല്ലാം പറയുന്നുണ്ട്. ഇവിടെ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ നോർമലി ഒരു പൈത്തൺ അല്ലെങ്കിൽ വേറൊരു സിയിൽ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണണ്ടേ. അത് ടെർമിനലിൽ നമ്മൾ ഔട്ട്പുട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് കാണുമ്പോൾ ഈ കോഡ് റൺ ചെയ്യുന്നതും നമ്മൾ ഔട്ട്പുട്ട് കാണുന്നതും സെയിം ഡിവൈസിലാണ്. ഒന്നുകിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലായിരിക്കാം അല്ലെങ്കിൽ സിസ്റ്റത്തിലായിരിക്കാം. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ എഴുതുന്ന ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ഫേംവെയർ എന്ന് പറയുന്നത് വേറൊരു ഹാർഡ്വെയറിന് വേണ്ടിയാണ്. ഓക്കെ, ഇവിടെ ആർഡിനോ എന്ന് പറയുന്നത് വേറൊരു ഹാർഡ്വെയറിന് വേണ്ടിയാണ് നമ്മൾ കോഡ് എഴുതുന്നത്. ആ കോഡ് റൺ ചെയ്യുന്നത് ആ ആർഡിനോ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനകത്താണ്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പോ സിസ്റ്റമോ അവിടെ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കാണാൻ പറ്റും. ആ ആർഡിനോയ്ക്കൊന്നും വേറെ ഇൻ്റർഫേസും കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മീൻസ് ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ ഒരു സ്ക്രീൻ ഉണ്ട്. ഇപ്പോൾ ആർഡിനോയ്ക്ക് ആ ഒരു സ്ക്രീൻ ഇല്ല. അപ്പോൾ നമുക്കതിൻ്റെ തിരിച്ചുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡീബഗ് ചെയ്യാനുള്ള കോഡും കാര്യങ്ങളും നമുക്ക് പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കാണാൻ പറ്റും? കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി മാത്രമൊന്നുമല്ല, നമ്മളിവിടെ ആ ഒരു പർപ്പസിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ട് ആ ഹാർഡ്വെയറിൽ നിന്നുള്ള ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ ഒരു സീരിയൽ മോണിറ്റർ വഴി കാണാൻ പറ്റും. അതിൻ്റെയാണ് ആ ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബേസിക് ആർഡിനോ പ്രോഗ്രാമിംഗ് അതെങ്ങനെ തുടങ്ങാൻ പറ്റും, അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, പിന്നെ ബേസിക് ആയിട്ടുള്ള C കൺസെപ്റ്റ്. കാരണം നമ്മളിവിടെ പഠിക്കുന്നത് ഒരു ഹാർഡ്വെയർ ബിൽഡ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റുകളല്ല. കൂടുതലും ഒരു ഹാർഡ്വെയറിന് വേണ്ടിയുള്ള ഫേംവെയർ എഴുതുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാമിംഗ് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ബേസിക്കായിട്ട് സിയും C++ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിരിക്കും. കാരണം അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ് ആർഡിനോയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അഥവാ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ആർഡിനോ പ്രോഗ്രാം സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന കൺസെപ്റ്റ് എന്താണ്. നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് എന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാം, അത് പഠിച്ച് നിങ്ങൾക്ക് ഈ ഒരു IoT ഫീൽഡിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, വേരിയബിൾസ് എന്നൊരു കൺസെപ്റ്റ് എന്തൊക്കെയാണ്, ഡാറ്റ ടൈപ്സ് എന്താണ്, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകളെ പറ്റിയും ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, നമുക്ക് പല കണ്ടീഷൻസ് വരുമായിരിക്കും. ഒരു സെൻസറിൽ നിന്നുള്ള വാല്യൂ
ഇത്ര വാല്യൂവിനൊക്കെ കൂടിപ്പോയാൽ അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ ഇന്ന ഒരു അലേർട്ട് പോവുക, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കും. പിന്നെ ലൂപ്പ്, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ, ഇത് കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡുകൾ, അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഇത് വളരെ ബേസിക്കായിട്ട് പ്രോഗ്രാമിംഗ് ലെവലിൽ വരുന്ന കൺസെപ്റ്റുകൾ മാത്രമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹാർഡ്വെയറിൻ്റെ ഫേംവെയർ കൺസെപ്റ്റിലോട്ട് പോകും. അതിനുവേണ്ടിയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺസെപ്റ്റുകളൊക്കെ വരുന്നത്. നമുക്ക് ആ ഒരു ഹാർഡ്വെയറിൽ തന്നെ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസുകൾ കാണും. ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ആർഡിനോ ആണെങ്കിൽ ആർഡിനോ, അല്ലെങ്കിൽ മറ്റൊരു ഡെവലപ്മെൻറ്റ് ബോർഡ് ആണെങ്കിൽ ആ ബോർഡ്, ഈ ബോർഡിലെല്ലാം ഒരുപാട് GPIO പിൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ പിൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി ഫേംവെയറും കാര്യങ്ങളെല്ലാം എഴുതുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ബേസിക്കായിട്ടൊരു LED എങ്ങനെ ഒരു ആർഡിനോ പ്രോഗ്രാം എഴുതി ആർഡിനോ ഹാർഡ്വെയർ വഴി നമുക്ക് ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം, അതെങ്ങനെ ആ LED ബ്ലിങ്ക് ചെയ്യിപ്പിക്കാം, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഡിജിറ്റൽ റീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അനലോഗ് പിൻസ് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ്. ഡിജിറ്റൽ ഡാറ്റയും അനലോഗ് ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആ ഒരു ഡാറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഡിജിറ്റലിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞില്ലേ, അപ്പോൾ ഡിജിറ്റലിൻ്റെ കൺസെപ്റ്റ് പറയുമ്പോഴും നമുക്കിപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്നുകിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ ടോപ്പ് വാല്യൂ ആയിട്ടുള്ള 5 വോൾട്ട് ആയിരിക്കാം. കാരണം നമ്മളിപ്പോൾ ആർഡിനോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ജനറൽ പർപ്പസ് പിൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകളിൽ വരുന്ന വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് 5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു 5 വോൾട്ട് അല്ലെങ്കിൽ 0 വോൾട്ട് ആയിരിക്കും ആ ഒരു പിന്നിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് ചില സമയത്ത് ഇപ്പോൾ ഒരു LED ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വോൾട്ടേജ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഒരു റെസിസ്റ്റർ വേണമെങ്കിൽ വാങ്ങിച്ചിടാം. പക്ഷെ അത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമുക്ക് പ്രോഗ്രാം വഴി എന്ത് ചെയ്യാം, ഇതിനെ കൺട്രോൾ ചെയ്യാം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പൾസ് വിത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഇവിടെ പോകുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് C പ്രോഗ്രാമിൻ്റെ അറേ എന്ന കൺസെപ്റ്റും കാര്യങ്ങളും നമ്മൾ വീണ്ടും കുറച്ച് പ്രോഗ്രാമിലോട്ട് പോവുകയാണ്. മറ്റേ ആർഡിനോ എന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് കുറച്ചും കൂടെ പ്രോഗ്രാമിംഗ് ലെവൽ കുറഞ്ഞ് പഠിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും വരാം. അപ്പോൾ അറേ എന്താണ്, അല്ലെങ്കിൽ സ്ട്രിങ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്, അപ്പോൾ ഇതൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ആർഡിനോ പ്രോഗ്രാമിൽ എക്സ്റ്റേണൽ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത്, എങ്ങനെ ലൈബ്രറി ഉൾപ്പെടുത്തി ആ ലൈബ്രറി ബേസ് ചെയ്തിട്ടുള്ള കോഡ് നമുക്ക് എഴുതാം. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സെൻസർ ആർഡിനോ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു സെൻസറിന് വേണ്ട ലൈബ്രറി ഓൾറെഡി കാണും. കാരണം നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് കോഡ് എപ്പോഴും എഴുതേണ്ട ആവശ്യമില്ല, അത് പാടാണ്. അപ്പോൾ ആ ഒരു ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എങ്ങനെ അതിനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, എങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കോൾ ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യണമെന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് പറഞ്ഞു പോകാം. അത് കഴിഞ്ഞ് സ്വിച്ച് എങ്ങനെ ഇൻ്റർഫേസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, ബേസിക്കായിട്ടൊരു സ്വിച്ച് വെച്ചിട്ട് നമുക്കൊരു LED ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ, പിന്നെ പല ടൈപ്പ് സ്വിച്ചുകളുണ്ട്, ടൂൾ സ്വിച്ച് ഉണ്ട്, പുഷ് സ്വിച്ചുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകൾ. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഡീബൗൺസിങ് എന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയ കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ പഠിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ LED ഇൻ്റർഫേസ് എന്ന കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. LED ഇൻ്റർഫേസ് എന്ന കേസിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു 5 വോൾട്ട് ആയിരിക്കും ആ GPIO പിന്നിൽ വരുന്നതെന്ന്. 5 വോൾട്ട് ആയിട്ട് നമുക്ക് ആ LED പിന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പാടില്ല, കാരണം LED അപ്പോഴേ ബേൺ ചെയ്ത് പോകും. LEDയുടെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 3.something വോൾട്ട് ടു 3.5 വോൾട്ട് വരെയൊക്കെയാണ്. ആ ഒരു റേഞ്ചൊക്കെയാണ് നോർമൽ LED ഒക്കെ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും LED പോകും. അപ്പോൾ അവിടെ ആ ഒരു യൂസ് കേസ് എന്താണ്, അവിടെ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, അത് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ എങ്ങനെ ചൂസ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ സെൻസറും മൊഡ്യൂൾസും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ഡാറ്റ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമുക്കവിടെ LCD ഡിസ്പ്ലേ യൂസ് ചെയ്യാം. 16:2 എന്നൊരു ടൈപ്പ് LCD ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ചൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ടെക്സ്റ്റ് അതിനകത്ത് കാണിക്കാൻ പറ്റും. പിന്നെ OLED ഡിസ്പ്ലേ നമുക്കിവിടെ കാണുന്നത് ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ മാത്രമേ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലാണ്ട് കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. കളർഫുൾ ആയിട്ടുള്ളതല്ല,
ഈ ഒരു ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ 2 റോയേ ഉള്ളൂ. പിന്നെ ഒരു ക്യാരക്ടർ ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ വേറൊരു ടൈപ്പ് ഡിസ്പ്ലേ ഉണ്ട്. OLED ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സോറി, OLED ഡിസ്പ്ലേ Arduino സെർച്ച് ചെയ്യേണ്ടി വരും. കാരണം അത് പല ടൈപ്പ് ഡിസ്പ്ലേ അവൈലബിൾ ആണ്. Arduino. ഓക്കെ, ഈ കാണുന്നത് തന്നെയാണ്. ഈ ഒരു രീതിയിലുള്ള ഡിസ്പ്ലേ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ റോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റേതെങ്കിലും കൂടുതൽ ക്യാരക്ടറും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഈ 2 ടൈപ്പ് ഡിസ്പ്ലേ പറ്റി നമ്മൾ പറയുന്നുണ്ട്. പിന്നെ DH2 ടു ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസർ. ഈ ഒരു സെൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ കാരണം ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും എടുക്കാൻ പറ്റും എന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് സെൻസർ എന്ന് പറയുന്നത്. പിന്നെ സെർവോ മോട്ടർ. സെർവോ മോട്ടർ എന്ന് പറയുമ്പോൾ നോർമൽ മോട്ടർ അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് അതിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്ര ഡിഗ്രി അത് തിരിയണമെന്നും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ കുറച്ച് കൂടിയ ടൈപ്പ് സെർവോ മോട്ടറാണ്. ഇത് ഈ കാണുന്ന പോലത്തെ മോട്ടറുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ HC SR04 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അൾട്രാസോണിക് സെൻസറുണ്ട്. ആ സെൻസറും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. ഇതാണ് ആ സെൻസർ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓഡിയോ ബേസ്ഡുള്ള ഫീഡ്ബാക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം അലാറം പോലെ സിസ്റ്റം ആണെങ്കിൽ ബസർ പോലെയുള്ള സെൻസർ നമുക്ക് യൂസ് ചെയ്യാം. ബസർ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, ഇതേപോലത്തെ ബസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ കുറച്ച് മൊഡ്യൂൾസാണ് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെയും സെൻസറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഡേറ്റ, ഈ സെൻസർ ഡേറ്റയും കാര്യങ്ങളൊക്കെ ഒരു SD കാർഡിലോട്ട് എങ്ങനെ ലോഗ് ചെയ്യാം, പിന്നെ അതെങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇത്രയും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡ്മെൻറ്റ്, ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഒരു പ്രൊജക്റ്റ് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ പ്രൊജക്റ്റ് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഈ ഒരു പ്ലാറ്റ്ഫോം ലിമിറ്റേഷൻ ഉണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന പ്രൊജക്റ്റ് കാര്യങ്ങളും ചൂസ് ചെയ്യേണ്ടേ. അതല്ലാന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ വാങ്ങുവാണെങ്കിൽ ഓക്കെ, അത് വാങ്ങി ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഈ ഒരു പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടോപ്പിക് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളൊരു ടോപ്പിക് ചൂസ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ബോർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോർഡിനകത്ത് എന്തൊക്കെ മൊഡ്യൂൾസ് ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു LED, പുഷ് ബട്ടൺ റെസിസ്റ്റർ, RGB LED, ഇത്രയും ടൈപ്പ് മൊഡ്യൂൾസാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഐഡിയ തോന്നുവാണെങ്കിൽ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് പ്രൊപ്പോസ് ചെയ്യാം. അത് നമ്മൾ അസിസ്റ്റ് ചെയ്യും. ആ ഒരു രീതിയിലായിരിക്കും പ്രൊജക്റ്റ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ ഹാർഡ്വെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ വാങ്ങുക. അതിനുള്ള കാര്യങ്ങളും അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ കോഴ്സിൻ്റെ സിലബസ് ചെറിയ രീതിയിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരാം. ചിലപ്പോൾ ചില ടോപ്പിക്കുകൾ നമ്മൾ റിമൂവ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, സെൻസർ ഇൻ്റഗ്രേഷൻ്റെ പാർട്ടിൽ വളരെ ബേസിക് ആയിട്ടുള്ള 4 സെൻസറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന വേറെ എന്തെങ്കിലും സെൻസർ കാണുവാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറിൽ മുമ്പോട്ട് പോവാം. ഇത്രയാണ് ഇതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്ലാസ് തൊട്ട് നമ്മൾ ബാക്കി എങ്ങനെയാണ് Arduino, നമ്മൾ കൂടുതലും ഫോക്കസ് Arduino തന്നെ ആയിരിക്കും. Arduino ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്നും എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുത്ത ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങുന്നതായിരിക്കും.